ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അബി റൂമിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നവ്യ ഇങ്ങനെ പുറകെ വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ആ കൊച്ചിനെ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത്? അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, നിന്നോട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാൽ അതൊരു കൊച്ചു കുഞ്ഞല്ലേ, അതിൻ്റെ അച്ഛൻ എൻ്റെ ഏട്ടൻ തന്നെയല്ലേ, പിന്നെന്തിനാ ഞാൻ അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ആദർശ് എന്ന് പറഞ്ഞ സാധനത്തെ ആ കൊച്ചിനെ എനിക്ക് കണ്ണെടുത്ത കണ്ടൂടാ, അതുകൊണ്ട് തന്നെ നീ ആവശ്യമില്ലാതെ അവരെ ഇങ്ങനെ പരിഗണിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി മേല ആ കൊച്ചിനെ നീ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. നീയും ആ കൊച്ചും കൂടെ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുഞ്ഞാണ് അത് എന്ന് എനിക്ക് തോന്നും. അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്തേക്കരുത് എന്ന് പറയുമ്പോഴേക്കും, അയ്യോ തമാശയ്ക്ക് പോലും മോൾ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഏതായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യുകയില്ല. വിവാഹത്തിന് മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെയും സ്നേഹിച്ചു തന്നെയാണല്ലോ ഞാൻ വിവാഹം കഴിച്ചത് എന്ന് കരുതി എൻ്റെ ചോരയിൽ ഈ കുട്ടിയല്ലാതെ, അതായത് നവ്യയുടെയും അബിയുടെയും കുഞ്ഞല്ലാതെ വേറൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ല എന്ന് പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം, ഇനിയിപ്പോൾ അനിയൻ ചെയ്ത തെറ്റുമല്ലോ ആണോ ഏട്ടനെടുത്ത് തലയിൽ വെച്ചേക്കുന്നത്, അതുകൊണ്ടാണോ നിനക്കൊരു മനമാറ്റം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അന്നേരം ഇതെന്താ നവ്യ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ നിനക്ക് കൊള്ളാം, അങ്ങനെ എങ്ങാനും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നയനയല്ല ഞാൻ, അവൾ വേണേ നന്മമരം ആയിക്കോട്ടെ, എനിക്ക് നന്മമരാകാനൊന്നും സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയറി തൂങ്ങത്തൊന്നുമില്ല, നിന്നെ ആ കൊച്ചിനെ ഞാൻ കഷ്ണമാക്കി വെട്ടിയോ നുറുക്കും, എന്നിട്ടേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. ഞാൻ അവിടുന്ന് പോകുന്നതിന് മുമ്പ്, ഞാൻ എന്തെങ്കിലും അബദ്ധം ചെയ്യുന്നതിന് മുമ്പ് നിന്നെയൊക്കെ തീർത്തിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ്. അന്നേരത്തേക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ അബിക്ക്. പക്ഷേ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് പറയുമ്പോൾ, സംസാരിക്കരുതെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് പറയുക. എന്നിട്ട് ഇങ്ങനെ കൈ പിടിക്കുമ്പോഴേക്കും വിട്ടേ അങ്ങോട്ട് എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും നവ്യയുടെ പ്രകടനം കഴിയുമ്പോഴേക്കും അബിക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. കാരണം നവ്യയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞ ഒരു ടെൻഷൻ അബിയുടെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ആദർശം നയനും കൂടി ഇങ്ങനെ ഓഫീസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് ഒരു മാല എടുത്തിങ്ങനെ നയനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാല മോളുടെ കഴുത്തിലാണ് കിടക്കേണ്ടത് എന്നിങ്ങനെ പറയുക. അത് അനാമികയ്ക്ക് നേരത്തെ ആ ദേവയാനി കൊടുത്ത മാല തന്നെയാണ് കേട്ടോ. അന്നേരം ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് അനാമിക ഇറങ്ങി വരുന്നുണ്ട്. അനാമികയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം ദേവേനി നയനോട് പറയാണ്, ഇത് മോളുടെ കഴുത്തിൽ കിടക്കണം, ഇത് അർഹതപ്പെട്ടവരുടെ കഴുത്തിൽ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണെന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ എനിക്ക് സ്വർണ്ണത്തോട് വലിയ കൊതിയൊന്നുമില്ല, അതുകൊണ്ട് ഇന്നത്തെ വലിയ മാലകളൊന്നും ഇട്ടുകൊണ്ടിങ്ങനെ നടക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ, അത് സാരമില്ല, 1-2 ദിവസം മോളുടെ കഴുത്തിൽ ഇങ്ങനെ കിടക്കട്ടെ, ഇതെല്ലാവരും ഒന്ന് കാണട്ടെ, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവൾക്കിങ്ങനെ ഭാരം കൂടിയ മാലകളോടൊന്നും താല്പര്യമില്ല അമ്മ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അത് മോൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ മോളുടെ കഴുത്തിൽ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ, ഇത് മോളുടെ കഴുത്തിൽ കിടക്കട്ടെ, അർഹതയില്ലാത്ത പലർക്കും ഞാൻ ഇതിന് മുമ്പ് പലതും കൊടുത്തിട്ടുണ്ട്, അതുപോലെയല്ല ഇപ്പോൾ ഇത് കിടക്കുന്ന അർഹതയുള്ള കഴുത്തിൽ തന്നെയാണ് എന്നിങ്ങനെ ദേവയാനി പറയും. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ നയനയും ആദർശം കൂടി ഇങ്ങനെ ഓഫീസിലേക്ക് ഇങ്ങനെ പോവുകയും ചെയ്യും. ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അനാമിക തീരെ ഇഷ്ടപ്പെടുന്നില്ല. അനാമിക ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, എനിക്ക് തന്ന നെക്ലേസ് അവർക്ക് കൊടുക്കുന്നത് എന്നിങ്ങനെ വിഷമമുണ്ട്, ഓർത്തിങ്ങനെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നയനിങ്ങനെ ആദർശനം കൂടി ഇങ്ങനെ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അനാമിക അങ്ങോട്ട് ഇറങ്ങി വരും. എന്നിട്ട് ദേവയാനോട് ചോദിക്കുകയാണ്, എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്, എന്നെ കാണിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങനെ തന്നെയാണെന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, പിന്നെ ഈ കുടുംബത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കണം എന്ന് എനിക്ക് തീരെ നിർബന്ധവുമില്ല, അനിയുടെ അമ്മ തീരെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ എൻ്റെ മരുമകളെ സ്നേഹിച്ച് തുടങ്ങിയ നിമിഷം തന്നെ നിന്നെയും നിൻ്റെ കുടുംബക്കാരെയും കുറിച്ച് ഞാൻ നല്ല രീതിയിൽ അറിഞ്ഞതാണ്, നിൻ്റെ അച്ഛൻ ആരാണെന്നും നീ ആരാണെന്നും എല്ലാം എനിക്കറിയാം, അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കാൻ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അനാമികയ്ക്ക് നല്ല വിഷമവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അനാമിക ഇങ്ങനെ നേരെ പോകുന്നത് ജാനകിയുടെ റൂമിലോട്ടാണ്. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന, എന്താ മോൾക്ക് എന്താ വിഷമം, മോൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഒരു സങ്കടവും ഇല്ല, അവർ ആ അനിയുടെ വലിയമ്മ എന്നെ മനഃപൂർവ്വം കൊച്ചാക്കാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ ചെയ്യുവാണ് എന്ന് പറയും. അന്നേരം എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും അനാമിക പറയാണ്, അന്ന് എനിക്ക് തന്ന ഒരു മാലയില്ലായിരുന്നോ, എൻ്റെ അച്ഛൻ കൊണ്ട് പണയം വെച്ചു എന്നൊക്കെ ഇവിടെ ഓരോരുത്തരും പറഞ്ഞ ആ മാല, അത് ഇന്ന് നയനയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു വലിയമ്മ എന്നെ കാണിക്കാൻ വേണ്ടി തന്നെ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്,
അല്ലെങ്കിൽ മോളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ഓരോന്ന് ചെയ്യണമാണല്ലോ അവരുടെ ഇപ്പോഴത്തെ ആ സ്വഭാവം. അതുകൊണ്ട് മോൾ ഒരു കാരണവശാലും അവരുടെ മുൻപിൽ താഴരുത്. മോളുടെ വിഷമം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് നേരെ അലമാര ഇങ്ങനെ തുറന്നിട്ട് ഒരു പെട്ടി എടുത്തുകൊണ്ട് ഇങ്ങനെ വരുവാണ്. എന്നിട്ട് ആ പെട്ടി തുറക്കുമ്പോഴേക്കും നിറച്ച് സ്വർണ്ണമാണ് കേട്ടോ, സ്വർണ്ണമാലയും വളയൊക്കെയാണ്. എന്നിട്ട് ഇതിൽ മോൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കും. അന്നേരം അയ്യോ അമ്മ എന്നിങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അനാമിക. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഇതിനകത്ത് മോൾക്ക് ഇഷ്ടമുള്ളവരാണ് മോൾ എടുത്തോ എന്ന് പറയും. അന്നേരം അയ്യോ സ്വർണ്ണത്തെ തൊട്ടുള്ള കളിയൊന്നും ഇനിയില്ല, കാരണം ഇതിനു മുമ്പ് വലിയമ്മ എനിക്കൊരു മാല തന്നതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഞാൻ കേൾക്കേണ്ടി വന്നത്, അതുകൊണ്ട് ഇനി സ്വർണ്ണത്തെ തൊട്ട് കളിക്കൊന്നും വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയല്ല, ആരുടെയും മുമ്പിൽ മോള് താഴാൻ ഞാൻ അനുവദിക്കില്ല. ഏട്ടത്തിയുടെ മരുമകൾക്ക് മാല കൊടുത്തെങ്കിൽ ഞാൻ എൻ്റെ മരുമകൾക്കും തരൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇട്ട് തരാം എന്നിങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് രാജകുമാരിയെ പോലെയുണ്ട് മോളെ ഇപ്പോൾ കാണാനൊന്ന് പോയി നോക്കിയ കണ്ണാടിയിൽ എന്നിങ്ങനെ പറയും. കണ്ണാടി നോക്കി കഴിയുമ്പോഴേക്കും അനാമികയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓ നല്ല അടിപൊളി നെക്ലേസ് ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. എന്നിട്ട് ജാനകി ഇങ്ങനെ പറയുന്നുണ്ട്, അനിയുടെ വലിയമ്മയുടെ കാര്യം അത്രയും കാശുള്ള വീട്ടുകാരൊന്നും അല്ലായിരുന്നു എൻ്റേത് എന്ന് കരുതി എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. ഒന്നും ആവശ്യത്തിനുള്ള സ്വർണവും സ്വത്തും ഒക്കെ എനിക്കുണ്ട്, അതുകൊണ്ട് അതെല്ലാം ഞാൻ എൻ്റെ മോൾക്കും തരും, മോൾ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനാമിക അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എങ്കിൽ ശരി അമ്മ എന്നിങ്ങനെ പറഞ്ഞ റൂമിൽ നിന്ന് അങ്ങ് പോകും. അനാമിക പോയി കഴിയുമ്പോഴേക്ക് ജാനകി ഇങ്ങനെ ഓർത്ത് എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ എല്ലാവരും കൂടെ ശ്രമിക്കുന്നത് എന്നിങ്ങനെ അവിടുന്ന് പോകുന്ന അനാമിക നേരെ ഇങ്ങനെ ചെല്ലുന്നത് ദേവയാനിയുടെ റൂമിലേക്കാണ്. എന്നിട്ട് ദേവയാനിയോട് പറയാണ്, വലിയമ്മയുടെ മരുമകൾക്ക് നല്ല പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ തരാൻ കഴിവുള്ള ഒരു വലിയമ്മ അല്ല അമ്മായിയമ്മ തന്നെയാണ് എനിക്കുള്ളത്, അതുകൊണ്ട് എനിക്കും തന്നു അമ്മ ഒരു മാല എന്ന് പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മരുമകൾക്ക് സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അർഹതയുള്ള കഴുത്തിലാണ് വന്ന് കിടക്കുന്നത്, അല്ലാതെ നിന്നെ പോലെ അല്ല എന്ന് പറയും. അന്നേരത്തേക്ക് അനാമിക ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ആദ്യകാലങ്ങളിൽ വലിയമ്മ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോഴേക്ക് ദേവയാനി പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്യാത്ത ഒരു വലിയ കാര്യം എൻ്റെ മരുമകളെ എനിക്ക് വേണ്ടി ചെയ്തു, എൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി, അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവളെ വിഷമിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, ആ പാല് കുടിച്ചത് കൊണ്ടല്ലേ വലിയമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ആ പാല് അവളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് കാച്ചി വെച്ചതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയാം, ആ പാലിൽ വിഷം ചേർത്തത് നയനമോളാണ് എന്നല്ലേ, എന്നാൽ നീ കേട്ടു, അത് അങ്ങനെ ചെയ്തത് എൻ്റെ നയനമോളല്ല, ശത്രുക്കളോട് പോലും എൻ്റെ നയനമോൾ അങ്ങനെ ചെയ്യില്ല, അത് ചെയ്തത് വേറെ ആരോ ആണ് എന്ന് പറയുമ്പോൾ അനാമികയുടെ മുഖം അങ്ങ് മാറുവേ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മരുമകളെ മനസ്സിലാക്കി, എന്നിട്ട് ഞാൻ നിങ്ങളെ മനസ്സിലാകാത്തത്, അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് വരണ്ട എന്ന് തന്നെ പറയും. നേരെ വീണ്ടും അനാമിക ചോദിക്കും, ഇതെന്താ വലിയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട്, എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരത്തേക്കും ഞാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി കൂടുതലൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ദേവയാനിയുടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ അലാമാരയിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് പോകുന്നു. അനാമികയ്ക്ക് ആകെ വിഷമാണ് കേട്ടോ ദേവയാനി അങ്ങനെ പറഞ്ഞത്. എങ്ങനെയെങ്കിലും പിന്നെയും ദേവയാനിയുടെ ഇഷ്ടം പിടിച്ചു പറ്റാം എന്നിങ്ങനെ ഓർത്തായിരുന്നു അനാമിക അങ്ങോട്ട് പോയത്. അത് സാധിച്ചില്ലല്ലോ, അതിൻ്റെ ഒരു സങ്കടം. പിന്നെ ദേവയാനി ജാനകി ഇങ്ങനെ കാണുന്നു. എന്നിട്ട് മാല കൊടുത്തതിനെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്ക് ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തെ അടുത്തയുടെ മരുമകളെ സന്തോഷിപ്പിക്കുമ്പോൾ ഞാനും അങ്ങനെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ എൻ്റെ മരുമകൾക്ക് വിഷമാകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോഴേക്ക് ദേവയാനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അർഹതയുള്ള കൈകളിലേക്കാണ് എത്തിയത്, പക്ഷേ നിൻ്റെ മരുമകൾ അങ്ങനെയല്ല എന്ന് പറയുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, അവളുടെ അച്ഛൻ കടത്തി മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്, ഈ പറയുന്ന സ്വത്തുക്കളൊന്നും അവർക്കില്ല എന്ന് പറയുമ്പോൾ ജാനകി പറയും, ഏയ് അങ്ങനെയൊന്നുമില്ല, 1-2 ബിസിനസ് പൊട്ടിപ്പോയി, അതിൻ്റെ ഒരു തളർച്ചയുണ്ട്, അവർക്കല്ലാതെ വേറെ ഒരു പ്രശ്നവും അവർക്കില്ല, കോടികളുടെ സ്വത്ത് അവർക്കുണ്ട്, ഇനിയിപ്പോൾ അതില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, ഒരുപാട് സ്വത്ത് കൊണ്ടൊന്നും അല്ലല്ലോ വേറെ 2 മരുമക്കൾ ഈ വീട്ടിലോട്ട് കയറി വന്നത്, അതുകൊണ്ട് എൻ്റെ മരുമകൾക്ക് ഒന്നുമില്ല എന്ന് കരുതി ഒരു പ്രശ്നവും എനിക്കില്ല, എനിക്കുള്ളതല്ല അവൾക്ക് തന്നെയാണ് എന്നിങ്ങനെ പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എൻ്റെ മോനെ എൻ്റെ മരുമകൾ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിൻ്റെ മകൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അവർ ആ ഒരു രീതിയിൽ ജീവിച്ചു തുടങ്ങട്ടെ, അനാമിക നല്ല രീതിയിൽ അനിയെ സ്നേഹിക്കട്ടെ, അതിനുശേഷം നീ ഇങ്ങനെ കൈയഴിച്ച് സഹായിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നീട് കുറ്റബോധം ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ജാനകി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ, അവർക്ക് ഞാൻ എൻ്റെ മരുമകളെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. ഏതായാലും പുതിയൊരു നെക്ലേസ്
കേസ് കിട്ടിയ സന്തോഷ വാർത്ത വേണുവിനെയും രേവതിയെ അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ അനാമിക അവരുടെ വീട്ടിലോട്ട് ഇങ്ങനെ ചെല്ലുന്നു. വേണുവിന് ഭയങ്കര സന്തോഷമാട്ടോ. നേരെ രേവതി പറയുന്നുണ്ട്, മോളെ എങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് അവിടെ അലമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, എന്നിട്ട് എങ്ങനെയെങ്കിലും അനിയുടെ അമ്മയുടെ കയ്യിലുള്ള സ്വർണ്ണം മൊത്തം നീ അടിച്ചു മാറ്റണമെന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, ഇത് എനിക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കാനൊന്നും വരില്ലായിരിക്കും, നമുക്ക് ഇത് വിൽക്കാം എന്ന് പറയുമ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ വിറ്റു മുടിക്കുന്നത് എന്ന് ചോദിക്കുക. നേരെ വേണു പറയുന്നുണ്ട്, മോളെ ചുറ്റും കടവാ, പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഏതായാലും ഒരുപാട് കാലമൊന്നും നീ അനന്തപുരിയിൽ നിൽക്കാൻ പോകുന്നില്ല, കൂടിപ്പോയ 5-6 മാസം. അതിനിടയ്ക്ക് നിനക്ക് ജീവിക്കാനുള്ളതും നമ്മുടെ കടം വീട്ടാനുള്ളതും നീ എങ്ങനെയെങ്കിലും നേടിയെടുത്തോണം എന്നിങ്ങനെ പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, നീ ഏതായാലും അനിയുടെ അമ്മയുടെ അടുത്ത് ഇഷ്ടം കൂടി നിന്നോ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നയനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ദേവേന് കൊടുക്കുമ്പോൾ അത് പൊടിപ്പും തൊങ്ങലും ചേർത്ത് ജാനകിയോട് ചെന്ന് ഇങ്ങനെ പറയണം, എന്നിട്ട് ജാനകിയുടെ കയ്യിൽ നിന്ന് എല്ലാം മേടിച്ചെടുക്കണമെന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ജാനകിക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെയുള്ള വീട്ടിൽ നിന്ന് വന്ന ആളായിരുന്നോ ജാനകി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ആവശ്യത്തിന് സ്വത്തൊക്കെ അവർക്കും ഉണ്ട് എന്ന് പറയുക. എന്നിട്ട് രേവതി പറയുന്നുണ്ട്, എങ്കിൽ അവരുടെ പേരിലുള്ള എന്തെങ്കിലുമൊക്കെ നിൻ്റെ പേരിലേക്ക് നീ എഴുതി മേടിക്കാൻ നോക്കുക, അതിനുള്ള തന്ത്രം മെനയ അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയും. അന്നേരം വേണു ചോദിക്കുന്നുണ്ട്, ഏതായാലും അവിടെ ജീവിക്കാൻ നീ ഉദ്ദേശിച്ചിട്ടില്ല, നീ ഒരുത്തനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടുന്ന് ഇറങ്ങിപ്പോന്നാലും നിനക്ക് ജീവിക്കേണ്ടേ, കാരണം നീ കണ്ടുപിടിച്ചവന് ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, അവൻ അങ്ങനെ ജോലിയും കൂലിയും ഇല്ലാത്തവനൊന്നും അല്ല, മെഡിക്കൽ റെപ്പാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ സ്മാർട്ടാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്ക് രേവതി പറയുവാണ്, കുറേ കഴിയുമ്പോൾ നിനക്ക് അവനെ വേണ്ട എന്ന് തോന്നും, ചിലപ്പോൾ അവനെയും അടുത്ത് തുടങ്ങുമെന്ന് പറയുമ്പോഴേക്ക് അനാമിക പറയുവാണ്, അങ്ങനെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെയും ഞാൻ വേണ്ട എന്ന് വെക്കും. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇങ്ങനെ അടിമകളൊന്നും അല്ലല്ലോ, ഒത്തുപോകാനായിട്ട് പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഉപേക്ഷിച്ചേക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട്, കൊള്ളാം, ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, നീ ഇപ്പോൾ ആരെങ്കിലും കൂടെ ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് നിനക്ക് ജീവിക്കാനുള്ള സ്വത്ത് നീ അനന്തപുരിയിൽ നിന്ന് തന്നെ കണ്ടെത്തണം, അവിടുന്ന് നിനക്ക് മുന്നോട്ടിനി ജീവിക്കാനുള്ള സ്വത്ത് നമ്മുടെ കടം വീട്ടാനായിട്ടുള്ള എല്ലാം നേടിയെടുത്ത് കഴിഞ്ഞാൽ ഇനി അത്യാവശ്യം വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് എങ്ങനെയാണ് അതെല്ലാം അടിച്ചു മാറ്റേണ്ടത് എന്നതിനെപ്പറ്റി നീ നന്നായിട്ട് ചിന്തിക്കണം എന്നിങ്ങനെ പറയുവാണ് കേട്ടോ അനാമികയോട്. അന്നേരം അനാമിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.